ഫോൺ മൂവീസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊച്ചുകുട്ടി, ടീനേജറാണ് എൻ്റെ അടുത്ത് വന്ന്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ ആദ്യമായിട്ട് ഈ ഒരു പോൺ സീന് മോൾ എവിടെയാണ് കണ്ടത്? അതെൻ്റെ അച്ഛൻ്റെ മൊബൈലിൽ തന്നെയാണ്, അതും 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ശരി ഏതാ തെറ്റ് ഏതാന്ന് തിരിച്ചറിയുന്ന പ്രായത്തിൽ. ഇന്ന് ഈ കുട്ടിയെ കുറ്റക്കാരിയാക്കുന്ന നമ്മളെല്ലാവരും സമൂഹവും മനസ്സിലാക്കണം. ഈ കുട്ടി ജനിക്കുമ്പോൾ വളരെ നിഷ്കളങ്കതയോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഈ കുട്ടിയിലേക്ക് ഈ ഒരു സ്വാധീനം ചെലുത്തിയത് ആരാണ്? ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കിടപ്പെട്ട ആൾക്കാർ. സോ ഈ കുട്ടിയുടെ പിതാവിലേക്ക് ഈ ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് എങ്ങനെയാണ് വന്നത്? അപ്പം ആദ്യം ഹീൽ ആവേണ്ടത് ആരാണ്? ഈ കുട്ടിയാണ്, ഈ കുട്ടിയുടെ പിതാവാണ്. അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഫാമിലി ഡിസ്ഫങ്ഷണൽ സിസ്റ്റം ഒരു പേഴ്സൻ്റെ വ്യക്തിയിൽ ബാധിക്കുന്നത്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ, പഠനങ്ങൾ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരു കുട്ടിയുടെ പഠനം ആരംഭിക്കുന്നത് അവൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. സോ നമ്മൾ ഹീലാവുക, അത് കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുക. വൈ ഷുഡ് വി ട്രാൻസ്ഫർ അവർ ട്രോമാസ് ടു നെക്സ്റ്റ് ജനറേഷൻ? എന്തിന് നമ്മളുടെ പെയിൻ അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊടുക്കുന്നു?